ഹായ് ഹലോ നമസ്കാരം ഗൈസ്. ഞാൻ വെനല്ല ഹംസാസ് നാടൻ ഗ്രില്ലാണ്. കുറേ കാലമായി ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് തീരുമാനമായത്. അങ്ങനെ ഞാനിവിടെ എത്തി നടന്ന് ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് തോന്നുന്ന സംഭവമാണ് ഇത്. ഇവിടെ നല്ല ലൈറ്റും വൈബൊക്കെയാണ്. എന്നാൽ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച് അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഇരുന്ന് ആ ഒരു ആഗ്രഹം കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ സ്റ്റെപ്പ് കയറി മേലോട്ട് പോയി. ഇവിടെ നല്ല അടിപൊളി വൈബാണ്. ഒരു മൂന്നാറൊക്കെ എഫർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ പഴയ ട്രാവൽ ബ്ലോഗ്സിൻ്റെ നോസ്റ്റൊക്കെ ഫീൽ ചെയ്തു. ശരിക്കും കഴിഞ്ഞത് കൊച്ചിയിലുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ അടിപൊളി വൈബ് ആംബിയൻസ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി നടന്ന് ഇവരെ ബാക്കി സ്ഥലങ്ങൾ കവർ ചെയ്യാനായിട്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയിലാണ് ഒരു ചേച്ചിയെ കാണുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിച്ചിരിക്കുന്നു. സ്വാഭാവികം. നേരെ അറ്റത്തോട്ട് പോയിട്ട് ഇവർക്ക് ഒരു ഫാമിലി ഗ്രൂപ്പ് പോലത്തെ ഒരു സ്ഥലത്തിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ബർത്ത്ഡേ പാർട്ടീസൊക്കെ ആഘോഷിക്കാം. ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം. ഇവിടെ അത്യാവശ്യം 6 പേർക്ക് 8 പേർക്ക് ഒരു ഗ്രൂപ്പായിട്ട് റൂം വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം. മൊത്തം ഇവിടുത്തെ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കിടന്ന് വട്ടം കറങ്ങിയത് കേട്ടോ. ആഫ്റ്റർ ദാറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. ആ ചെഫ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര സർവീസിങ് ആണ് അവരുടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഫുഡും സംഭവങ്ങളൊക്കെ മേശപ്പെടുത്തി നിറഞ്ഞിരിക്കുന്ന ഫുഡ് കാണുമ്പോൾ എന്താ ഒരു അന്തസ്സല്ലേ. അപ്പോൾ ഗ്രിൽ പ്ലേറ്റർ ഞാൻ ഓർഡർ ചെയ്തു. മഷ്റൂം ഓർഡർ ചെയ്തു. ബട്ടർ നാൻ ഓർഡർ ചെയ്തു. ദെൻ ഗ്രിൽ പ്ലേറ്ററാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. പെപ്പർ ചിക്കൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ പെപ്പർ ചിക്കനിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ആ പെപ്പർ ചിക്കൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പെപ്പർ ഡ്രൈ ചിക്കൻ. ഓക്കെ, അപ്പോൾ അത് കഴിച്ച് നോക്കി. ഒട്ടും എനിക്കൊരു കുറവ് തോന്നിയില്ല. നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഞാൻ നേരെ ഗ്രില്ലിലോട്ട് നോക്കി. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് സംഭവമാണ് ഗ്രില്ല് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ 2 സോസ്, മയോണൈസ് മിക്സ് ആയിട്ടുള്ള സോസ്. ഓക്കെ, അപ്പോൾ ക്യാമറ ദെൻ റൊമാലിലോട്ട് ക്യാമറ വെള്ളത്തിലോട്ട് ചാട്ടെന്ന് പറഞ്ഞ മാതിരി നേരെ ഫുഡിലോട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ക്യാമറമാൻ നേരെ ഇപ്പോൾ ഇതിലേക്ക് വരുന്നു. പിന്നെ അത് പനീറുണ്ട്, ടൈപ്സ് ഓഫ് ഗ്രിൽ ചിക്കൻ ഉണ്ട്, അൽഫാം ടൈപ്പ് ഉണ്ട്, സാലഡ്സ് ഉണ്ട്, ആൻഡ് മെയിൻ ഹൈലൈറ്റ് ഗീ റൈസ് ഉണ്ട്. ഓക്കെ, ഭയങ്കര ഒരു ഇഷ്ടം തോന്നി എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ഞാൻ ഈ പറഞ്ഞ മാതിരി ഇത്രയും ഗ്രില്ലിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഗീ റൈസാണ്. ഭയങ്കര ടേസ്റ്റാണ് ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് യമ്മി ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. അപ്പം അത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ അടുത്തത് എവിടെ നിന്ന് തുടങ്ങാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഈ ഒരു ബട്ടർ നാൻ മഷ്റൂമൊക്കെ നമ്മളെപ്പോഴും സ്ഥിരം വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോഴും കഴിക്കാറുള്ളതാണ്. പക്ഷേ ഈ റൊമാലി റൊട്ടി ഈ ഒരു സംഭവം പ്ലേറ്ററാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ദെൻ കാന്താരി ചിക്കൻ. ഇതൊരു കാന്താരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എരിവ് എക്സ്പെക്ട് ചെയ്തു, പക്ഷേ അത്ര എരിവൊന്നുമില്ല, പിള്ളേർക്കൊക്കെ കഴിക്കാം. അതൊരു ഗീ റൈസ് കാന്താരി ചിക്കൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ദം പോലത്തെ ഒരു സംഭവം. അധികം എരിവ് എക്സ്പെക്ട് ചെയ്തിട്ട് കിട്ടാഞ്ഞിട്ട് എനിക്കത് ഇഷ്ടം തോന്നിയില്ല. ബട്ട് ഗുഡാണ്, പിള്ളേർക്ക് കൊടുക്കാൻ നൈസായിട്ട് അതവിടെ മാറ്റി വെച്ചു. ഗൈസ്, അങ്ങനെ ടേബിൾ ഫുഡ് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് ഇരിക്കുകയാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ കഴിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് വൈബ്സ്. ബൈ ബൈ.